നമസ്കാരം. കണ്ണൂരിൽ സീറ്റ് നിഷേധിച്ചതോടെ കെ സുധാകരൻ പൊട്ടിത്തെറിക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. കോൺഗ്രസ് അവസാനഘട്ട പട്ടികയ്ക്ക് AICC അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് സുധാകരൻ ഡൽഹിയിൽ ഫ്ളാറ്റിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങവേ പ്രതികരിച്ചത്. പട്ടികയിലില്ലെന്ന് ബോധ്യമായതോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കും 4 ദിവസത്തെ അനിശ്ചിതത്വത്തിനും ഇതോടെ വിരാമമായി. പാർട്ടിക്ക് വിധേയനായി താൻ തുടരുമെന്ന് സുധാകരൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുകൊണ്ട് പാർട്ടി അംഗത്വം നിഷേധിച്ചിട്ടില്ലല്ലോ, പുറത്താക്കിയിട്ടില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്, ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മാധ്യമ വാർത്തകളെ പൂർണ്ണമായി തള്ളുന്നതായിരുന്നു കെ സുധാകരൻ എംപിയുടെ പ്രതികരണം. കോൺഗ്രസ് വിടില്ലെന്നും പാർട്ടിയുടെ അംഗീകാരം ലഭിക്കുമെങ്കിൽ മത്സരിക്കുമെന്നും അദ്ദേഹം ഡൽഹിയിൽ വ്യക്തമാക്കി. പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആളല്ല, പാർട്ടിക്ക് വിധേയനായി നിൽക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. കെ സുധാകരനെ തഴഞ്ഞ് മുൻ മേയർ TO മോഹനനെയാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിച്ചത്. ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് സുധാകരൻ നീങ്ങിയെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ 4 ദിവസം നീണ്ട അനിശ്ചിതത്വം സുധാകരന്റെ പ്രതികരണത്തോടെ ഇതോടെ ഇല്ലാതായിരിക്കുകയാണ്. കണ്ണൂർ സീറ്റ് നിഷേധിച്ചാൽ പാർട്ടിയുമായി സഹകരിക്കില്ലെന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നും സുധാകരൻ KC വേണുഗോപാലിനെ നേരിട്ട് അറിയിച്ചിരുന്നു എന്നാണ് മുൻപ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. രാവിലെ പൊട്ടിത്തെറിച്ച സുധാകരനെ ശാന്തനാക്കാൻ AK ആന്റണിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നിരുന്നു. സുധാകരൻ വഴങ്ങുകയാണെങ്കിൽ തനിക്ക് സീറ്റ് വേണമെന്ന ആവശ്യവുമായി അടൂർ പ്രകാശും രംഗത്തെത്തിയിരുന്നു. കോന്നിയിൽ പാർട്ടി തീരുമാനത്തിന് വഴങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചാണ് അടൂർ പ്രകാശ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. 5ലേറെ സീറ്റുകളിൽ തർക്കം രൂക്ഷമായതോടെയാണ് കോൺഗ്രസിന്റെ രണ്ടാം പട്ടിക അനിശ്ചിതത്വത്തിലായത്. പത്രിക നൽകാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് തർക്കം തുടർന്നത്. ഇന്ന് വൈകിട്ട് മടങ്ങേണ്ടിയിരുന്ന കെ സുധാകരൻ യാത്ര നാളത്തേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പട്ടികയിൽ തന്റെ പേരില്ലെന്ന് വ്യക്തമായതോടെ രാത്രി തന്നെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങി. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം വലിയ പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് സീറ്റ് നിഷേധിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സുധാകരനൊപ്പം നിൽക്കുന്ന 15ഓളം പേർ വിവിധ മണ്ഡലങ്ങളിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കണ്ണൂരിലെ 3 മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ സുധാകരന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന സുപ്രധാനമായ നേതൃയോഗത്തിൽ നിന്ന് തങ്ങളെ ബോധപൂർവ്വം ഒഴിവാക്കിയെന്നും സുധാകരനോടുള്ള അവഗണന തങ്ങളോട് കാട്ടിയെന്നുമായിരുന്നു ഇവരുടെ പരാതി. കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നും അല്ലാത്തപക്ഷം സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുമെന്നും ഇവർ ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കെ സുധാകരന് പിന്നാലെ അടൂർ പ്രകാശ് എംപിയും സ്ഥാനാർത്ഥിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിച്ചായിരുന്നു അടൂർ പ്രകാശ് തന്റെ നിലപാട് കടുപ്പിച്ചത്. കോന്നിയിൽ UDF വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും ആദ്യം കുറിച്ചെങ്കിലും സുധാകരന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് കണ്ടതോടെയാണ് അടൂർ പ്രകാശ് പിന്മാറിയത്. അതേസമയം പത്രികാ സമർപ്പണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ കോൺഗ്രസിന് മുന്നിൽ മറ്റൊരു പ്രതിസന്ധി കൂടി നിലവിലുണ്ട്. ആകെ 55 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. 41 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 23-ാം തീയതി വരെയാണ് പത്രികാ സമർപ്പണത്തിന് സമയമുള്ളതെങ്കിലും ഇതിനിടയിൽ പെരുന്നാൾ അവധി ഞായറാഴ്ച വരും. അതായത് 21, 23 തീയതികളിൽ മാത്രമാണ് പത്രിക സമർപ്പിക്കാൻ സമയം ലഭിക്കുക. നാളെ ഈദുൽ ഫിത്ർ അവധിയായി നിശ്ചയിച്ചിരുന്നു. ഞായറാഴ്ചയും പത്രികാ സമർപ്പണം സാധ്യമല്ല. തിങ്കളാഴ്ച 3 മണിക്ക് മുൻപ് തന്നെ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. പത്രികയോടൊപ്പം സമർപ്പിക്കേണ്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങൾ എന്നിവ സംഘടിപ്പിക്കാൻ അവധി ദിവസങ്ങൾ തടസ്സമായേക്കും. ഇതിനൊന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ. ഇപ്പോഴും കോൺഗ്രസിന് പല സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. പല സീറ്റുകളും സ്ഥാനാർത്ഥികൾ ആരെന്നതിൽ തർക്കം നിലനിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. LDF, NDA മുന്നണികളിലും ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബാക്കിയുണ്ട്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി ആവശ്യപ്പെട്ടാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കൂ.